2024 ഒക്ടോബർ 20-ന് നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ച വളരുന്ന നിലമ്പൂരിന്റെ മനസ്സറിഞ്ഞ് വളരുന്ന പ്രീമിയം ബ്രാൻഡഡ് ജ്വല്ലറി ഔട്ട്ലെറ്റ് ആയ തന്മയ ജ്വല്ലറി വിജയകരമായി 1 വർഷം പൂർത്തിയാക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ നേരിട്ട് അറിയുന്നതിനുമായി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജിന്റെ നേതൃത്വത്തിൽ ഗൃഹസന്ദർശനം നടത്തി. വണ്ടൂർ പഞ്ചായത്തിലെ തച്ചുണ്ണി പ്രദേശത്തായിരുന്നു M. സ്വരാജും പാർട്ടി പ്രവർത്തകരും സന്ദർശനം നടത്തിയത്. ഈ പ്രദേശത്തെ 25ഓളം വീടുകളിൽ അദ്ദേഹം നേരിട്ടെത്തി ജനങ്ങളുമായി സംവദിച്ചു. സർക്കാരിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിലയിരുത്തലുകളും ഭാവിയിലേക്കുള്ള നിർദ്ദേശങ്ങളും അദ്ദേഹം ചോദിച്ചറിഞ്ഞു. സ്വരാജിനൊപ്പം ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഷീന രാജൻ, ഏരിയ സെക്രട്ടറി MT അഹമ്മദ്, അഡ്വക്കേറ്റ് അനിൽ നിറവിൽ, C. ജയപ്രകാശ്, വണ്ടൂർ ലോക്കൽ സെക്രട്ടറി അരുൺ കാപ്പിൽ, പഞ്ചായത്ത് അംഗം T. ഉമ്മർകുട്ടി എന്നിവരുമുണ്ടായിരുന്നു. സത്യത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലല്ല, CPM-നെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളിൽ നിന്ന് പഠിക്കുക, അവരെ കേൾക്കുക, ഇത് സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇടയ്ക്കിങ്ങനെ തെരഞ്ഞെടുപ്പില്ലാതെ തന്നെ അല്ലെങ്കിൽ പ്രത്യേക ക്യാമ്പയിനുകളില്ലാതെ തന്നെ വീടുകൾ സന്ദർശിക്കുകയും ജനങ്ങളുമായി സംവദിക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തന ശൈലി CPM-നുണ്ട്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ 2 മാസം കഴിഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പ് വരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം. പക്ഷെ ആ തെരഞ്ഞെടുപ്പിൻ്റെ തയ്യാറെടുപ്പുകളുടെ ഭാഗമായിട്ടല്ല ഈ സന്ദർശനം. ഇത് ഞങ്ങളുടെ ജനങ്ങളിൽ നിന്നും കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കാനും പഠിക്കാനും എന്തെങ്കിലും തിരുത്തൽ വരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തൽ വരുത്താനും ഒക്കെ ഉള്ളൊരു പ്രത്യേക ക്യാമ്പയിൻ എന്ന നിലയ്ക്ക് മാത്രമാണ്. രണ്ടാമത് നിങ്ങളുടെ ചോദ്യം ജില്ലയിലെ പ്രതീക്ഷകളെക്കുറിച്ചാണ്. ജില്ലയിലെന്നല്ല, സംസ്ഥാനത്ത് തന്നെ ഇപ്പോൾ 5 വർഷം കൂടുമ്പോൾ ഗവൺമെൻറ്റുകൾ മാറുന്ന ഒരു നിലയാണ് കേരളത്തിന് മുൻപുണ്ടായിരുന്നത്. 2021 അത് മാറി. കഴിഞ്ഞൊരു 10 വർഷം കേരളത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാത്തവരും ആ മാറ്റങ്ങൾ സ്വീകരിക്കുന്നവരാണ്, അത് അംഗീകരിക്കുന്നവരാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പവർ കട്ടില്ല, പാഠപുസ്തകങ്ങൾ സ്കൂൾ തുറക്കുന്നതിന് മുൻപ് കിട്ടുന്നുണ്ട്, മുൻപ് പരീക്ഷാകാലത്തും കിട്ടിയിരുന്നില്ല. പൊതുമേഖലാ വ്യവസായങ്ങൾ ലാഭത്തിലായി വരുന്നു. സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ നമ്മൾ ഇന്ത്യയിൽ ഒന്നാമതെത്തുന്നു. 5 ലക്ഷത്തോളം പേർ വീടില്ലാത്തവർക്ക് ഇപ്പോൾ വീട് ലൈഫിൽ നിർമ്മിച്ചു കൊടുക്കാൻ സാധിച്ചു. ഇങ്ങനെ ഒരുപാട് വലിയ മാറ്റങ്ങൾ, ക്ഷേമ പെൻഷനുകൾ, ഇതെല്ലാം വന്നു. അപ്പോൾ അതെല്ലാം ശക്തിപ്പെടണം, കൂടുതൽ മെച്ചപ്പെടണം എന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുക, രാഷ്ട്രീയത്തിന് അതീതമായി. അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ജില്ലയിൽ മാത്രമല്ല, സംസ്ഥാനം ഒട്ടാകെ തന്നെ ഇടതുപക്ഷത്തിന് കൂടുതൽ കരുത്തു പകരുന്ന ഒരു വിധി ഉണ്ടാവും അടുത്ത തെരഞ്ഞെടുപ്പിലെന്ന കുറച്ച് പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ.